നമ്മിൽ പലരും സാധാരണ പറയാറുള്ളത് നോ ബഡി അണ്ടർസ്റ്റാൻഡ് മീ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഇത് കൂടുതൽ ഉണ്ടാകുന്നത് ദാമ്പത്തിക ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും ആത്മീയ ലോകത്തിലുമാണ്. നമ്മെ മനസ്സിലാക്കുകയും നമുക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? എന്നാൽ പലപ്പോഴും നമ്മുടെ അടുത്ത വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും പോലും നമ്മെ വേണ്ട വിധം മനസ്സിലാക്കുവാൻ കഴിയാതെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ നമ്മിൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ മനസ്സിൽ ആഴമായ മുറിപ്പാടുകളും ഉണ്ടായിട്ടുണ്ടാകാം. ഇത്തരുണത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെ മനസ്സിലാക്കുവാനും നമ്മോടുകൂടെ നിൽക്കാനും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമെന്നത് മനുഷ്യരായ എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരിമിതികളുണ്ട്. അവർ എത്ര തന്നെ വിദ്യാഭ്യാസവും അറിവും സാമർഥ്യവുമുള്ളവരാകട്ടെ, അവരുടെ വിവേകത്തിന് അപൂർണതയാണുള്ളത്. എന്നാൽ തിരുവചനം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. 147 സങ്കീർത്തനം 5 വാക്യം, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു. ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇൻഫിനിറ്റ്. അവൻ്റെ വിവേകത്തിന് അന്തമില്ല. ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ ഇമ്മെഷറബിളി ഗ്രേറ്റ്, അളക്കാനാവാത്ത വിധം മഹത്തരമെന്നാണ്. അൺബൗണ്ടഡ്, പരിമിതിയില്ലാത്തതും, അൺലിമിറ്റഡ്, അതിരുകവിഞ്ഞതും, എൻലെസ്, അവസാനമില്ലാത്തതുമായ വിവേകമുള്ളവനാണ് നാം സേവിക്കുന്ന കർത്താവ്. ആ കർത്താവിന് നമ്മോട് ഇന്ന് പറയുവാനുള്ളത് 103 സങ്കീർത്തനം 14 വാക്യം, ഐ നോ യുവർ ഫ്രെയിം, ഞാൻ നിൻ്റെ പ്രകൃതി അറിയുന്നു. മറ്റാരും തന്നെ നമ്മെ മനസ്സിലാകാതിരിക്കുമ്പോൾ നമ്മെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. കാരണം അവിടുത്തെ വിവേകത്തിന് അന്തമില്ല. The Lord who understands us wants to tell us today we are not alone. നമ്മെ മനസ്സിലാക്കുന്ന കർത്താവിന് ഇന്ന് നമ്മോട് പറയുവാനുള്ളത് നാം ആരും തനിച്ചല്ല. നമ്മുടെ പ്രകൃതി അറിയുന്ന കർത്താവ് നമ്മുടെ ബലഹീന വശങ്ങളെ മനസ്സിലാക്കി നമ്മെ ചേർത്ത് നിർത്തുന്നവനാണ്. ഒരു ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടമായ നമ്മെ മേയിക്കുന്നു. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. ഇത്രമാത്രം നമ്മെ മനസ്സിലാക്കി നമ്മെ കരുതുന്നവനും പരിപാലിക്കുന്നവനുമായ ഒരു ശ്രേഷ്ഠനാമിടയൻ നമുക്കുള്ളതിൽ നാം എത്രമാത്രം ആശ്വസിക്കേണ്ടിയിരിക്കുന്നു. പരാതികളുടെ ലോകത്തിൽ നിന്നും സ്തുതികളുടെ ലോകത്തിലേക്ക് നമുക്ക് കാൽ വയ്ക്കാം. ആരെല്ലാം നമ്മെ തരഞ്ഞെന്നാലും പ്രിയപ്പെട്ടവർ നമ്മെ ഒറ്റപ്പെടുത്തിയാലും നമ്മെ നന്നായി മനസ്സിലാക്കുന്ന കർത്താവ് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ കർത്താവിനെന്ന് നമ്മോടെല്ലാവരോടുമായി പറയുവാനുള്ളത്, ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നെന്നാലും ഞാൻ ഒരു നാളും നിന്നെ മറക്കുകയില്ല, തള്ളിക്കളയുകയുമില്ല. Have a blessed day.